ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. വേറൊന്നുമല്ല, ഞാൻ ജ്വല്ലറി മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് ഓൺലൈൻ വഴിയും പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഇവിടെ നിന്നുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഗോൾഡൻ ബീഡ്സ് ആണ് കേട്ടോ ഇതെല്ലാം ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ്. ഇതാണ് ഏറ്റവും ചെറിയ അളവ്, കുറച്ചധികം ഉണ്ട്. അതിൻ്റെ കുറച്ച് വലിയ സൈസ് ഇങ്ങനെ വരും. പിന്നെല്ലാം വരുന്നത് അതിൻ്റെ കുറച്ച് വലിയ അളവാട്ടോ. ഏറ്റവും വലിയ അളവൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഈ ഒരു സൈസ്, പിന്നെ ഇടത്തരം വലിപ്പമുള്ളത്. ഇത്രയും ബീഡ്സാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. പിന്നെ വരുന്നതാണ് ബാക്ക് ബേസ്, കമ്മലിനൊക്കെ നമ്മൾ വയ്ക്കുന്ന ബാക്ക് ബേസ്. അതൊരു പാക്കറ്റായിട്ട് വാങ്ങിച്ചതാണ്. കുറച്ചധികം ഉണ്ടായിരുന്നതെല്ലാം തീർന്നു, കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം തീർന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തന്നെ ബാക്കിൽ വയ്ക്കുന്ന ആണി, കമ്മലിനൊക്കെ ഇടുന്ന ആണി, അതും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഈ ടൈപ്പ്. പിന്നെ ഞാൻ ഈ ഒരു ദേവിയുടെ ലക്ഷ്മി കോയിൻ ഇങ്ങനത്തെ മാലയൊക്കെ ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കുറേയേറെ കിട്ടി. നല്ല എനിക്ക് ലാഭമായിട്ടാണ് തോന്നിയത് വാങ്ങിച്ചപ്പോൾ. അതും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നുള്ളത് ജംപറിങ് ആണ്. ഇതെല്ലാം ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള റിങ്ങാണ് കേട്ടോ. നമുക്ക് മാലയൊക്കെ കണക്ട് ചെയ്യാനും അതിനൊക്കെ ഉപയോഗിക്കാം. അതിൻ്റെ തന്നെ വലിയ അളവുണ്ട്. പിന്നെ കൊളുത്ത്, ഇതൊക്കെ ഞാൻ ഇവിടുത്തെ ലോക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്. എനിക്ക് വേറെ ഒന്നും കൊളുത്ത് കിട്ടാത്തപ്പോൾ വാങ്ങിച്ചതാണ്. അത്യാവശ്യം ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, വലിയ ഐപ്പിൻ എൻ്റെ കയ്യിലുണ്ടെന്ന്, അതാണ് ഇത്. കുറച്ച് വലിയ അളവ് അതുണ്ട്. പിന്നുള്ളത് ഈ ഒരു ഗോൾഡൻ ചെയിനാണ്. നമുക്ക് മാലയൊക്കെ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ പാദസരം അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ചെയിന്. അതും ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ്. ഇത്രയും ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ്. പിന്നുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു ഗോൾഡൻ ചെയിൻ, സ്റ്റോൺ ചെയിൻ എന്നൊക്കെ പറയും. ഇങ്ങനത്തെ ഗോൾഡൻ സ്റ്റോൺ ചെയിൻ, വൈറ്റ് കളറ്, റെഡ്, അതിൻ്റെ റെഡ്, പിന്നെ നേവി ബ്ലൂ. ഇത്രയും കളറുകളെ ഇവിടെ കിട്ടാനുള്ളൂ. അപ്പോൾ ഇത് 3 ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 40 രൂപയാണ് ഒരു കവർ പാക്കറ്റിന്. പിന്നെ ഗോൾഡൻ കളർ ചെറിയ സ്റ്റോണ്, പിന്നെ ബീഡ്സ്. ഇതെല്ലാം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്, ഇവിടുത്തെ കടകളിൽ നിന്ന്. ഒരു പാക്കറ്റിന് 10 രൂപ അങ്ങനെ വാങ്ങിച്ചതാണ്. ഈ ഒരു ബീഡ്സും അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ലോക്കറ്റ് നമുക്ക് ഇൻവിസിബിൾ ചെയിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ലോക്കറ്റുകൾ, അതിൻ്റെ കളേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളറ്, റെഡ്, ഇത്രയും കളറുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ടൈപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ. ഇതാണ് ഞാൻ ആദ്യം വാങ്ങിക്കുന്നത്, മാല ഉണ്ടാക്കാനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പല കളർ ഉണ്ടായിരുന്നു, കുറേയൊക്കെ തീർന്നു. ഇതെല്ലാം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത്രയാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ ഈ ഒരു ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണ്, ഇങ്ങനത്തെ
ഷേപ്പിലുള്ളത് ഒരു 7 കളറുണ്ട്. മുന്തിരി കളറുണ്ട്, പിന്നെ ബ്ലാക്ക്, പിങ്ക്, ഗ്രീന്, ഡാർക്ക് ഗ്രീൻ, ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ ചെറിയ അളവും വരുന്നുണ്ട് കേട്ടോ. ചെറിയ റൗണ്ടിൽ ഇങ്ങനെ വരുന്ന കുന്തൻ സ്റ്റോണ്, അതും ഞാൻ ഈയിടെ വാങ്ങിച്ചതാണ് ഓൺലൈൻ വഴി. വൈറ്റ്, റെഡ്, അതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് കളറുണ്ട്. ബ്ലൂ, വയലറ്റ്, ഗ്രീൻ, വൈറ്റ്, നേവി ബ്ലൂ, ഇത്രയും കളേഴ്സാണ് വരുന്നത്. പിന്നെ ഞാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗിയർ വയർ, ഇത് ഞാൻ കോംബോ ഓഫർ വാങ്ങിച്ചതാണ്. ഇത് നല്ല ക്വാളിറ്റി തോന്നിയിട്ടുണ്ട്. നല്ല ഗിയർ വയറാണിത്. പിന്നെ ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ, B7000 ഗമ്മ്. അതിൻ്റെ വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. വലുത് തീരാറായതാണ്, അപ്പോൾ ചെറുത് വാങ്ങിച്ചതാണിപ്പോൾ. പിന്നെ ഇങ്ങനത്തെ പ്ലെയറുകൾ നമുക്കൊന്ന് പ്രസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കട്ടിങ് പ്ലെയർ, കട്ട് ചെയ്യാൻ. ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിലിപ്പം നിലവിലുള്ള ഐറ്റംസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.